എല്ലാവർക്കും സ്ലേറ്റ് ആൻഡ് പെൻസിലിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. CPU ഷെഡ്യൂളിംഗ് എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് ആണ്, അതായത് MLQ ഷെഡ്യൂളിംഗ്. നമ്മൾ ഇതുവരെ പഠിച്ച ഷെഡ്യൂളിംഗ് അൽഗോരിതത്തിലൊക്കെ ഒരു റെഡി ക്യൂ ഉണ്ടായിരിക്കും. അതിൽ നിന്ന് 1 by 1 ആയിട്ടാണ് എന്ത് ചെയ്യുക, ഓരോ പ്രോസസ്സും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഒരു മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗ് അൽഗോരിതം പാർട്ടീഷൻസ് ദി റെഡി ക്യൂ ഇൻറ്റു സെവറൽ സെപ്പറേറ്റ് ക്യൂസ് ആൻഡ് ദി processor permanently assigned to one queue, generally based on some properties of the process such as memory size, process priority, process type, etc. ഈ ഒരു മൾട്ടി ലെവൽ ക്യൂ ഷെഡ്യൂളിംഗിൽ പ്രോസസ്സുകളൊക്കെ അതിൻ്റെ സിനാരിയോൻ്റെ ബേസിൽ ഡിഫറെൻറ്റ് ഗ്രൂപ്പാക്കി ഡിവൈഡ് ചെയ്യും. അതിലെ ഓരോ ഗ്രൂപ്പിനും സെപ്പറേറ്റ് റെഡി ക്യൂ ആണ് എന്ത് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. സോ ഇവിടെ പ്രോസസ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആയ മെമ്മറി സൈസ്, പ്രയോറിറ്റി, ടൈപ്പിലെ തുടങ്ങിയവയുടെയൊക്കെ ബേസിൽ പ്രോസസ്സിനെ ഒരു പെർമനന്റ് ക്യൂയിലേക്കാണ് എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക. ഈ ഒരു ഫിഗർ നോക്കുകയാണെങ്കിൽ 3 ടൈപ്പ് പ്രോസസ്സാണ് കാണാൻ കഴിയുക. ഏതൊക്കെയാണ്? സിസ്റ്റം പ്രോസസ്സ്, ഇൻട്രാക്റ്റീവ് പ്രോസസ്സ്, ബാച്ച് പ്രോസസ്സ്. CPU-ന്റെ തന്നെ പ്രോസസ്സുകളെയാണ് സിസ്റ്റം പ്രോസസ്സ് എന്ന് പറയുന്നത്. CPU-ന്റെ തന്നെ പ്രോസസ്സാണ് എന്ത്? സിസ്റ്റം പ്രോസസ്സ്. ഒരു സിസ്റ്റത്തിന്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിന് ആവശ്യമായ പ്രോസസ്സാണ് എന്ത്? സിസ്റ്റം പ്രോസസ്സ്. യൂസേഴ്സ് ആയിട്ട് ഡയറക്റ്റ് ഇന്ററാക്ട് ചെയ്യുന്ന പ്രോസസ്സുകളാണ് എന്ത്? ഇന്ററാക്റ്റീവ് പ്രോസസ്സ്. അതുപോലെ സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത്? ബാച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ എക്സിക്യൂട്ട് ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? ബാച്ച് പ്രോസസ്സ്. ഈ ഒരു ബാച്ച് പ്രോസസ്സൊക്കെ സ്മോളസ്റ്റ് ടാസ്കുകൾ ആയിരിക്കും, അതുകൊണ്ട് തന്നെ ലോ പ്രയോറിറ്റിയും ആയിരിക്കും. അപ്പോൾ ഏറ്റവും ഹയസ്റ്റ് പ്രയോറിറ്റി ഉണ്ടാവുക സിസ്റ്റം പ്രോസസ്സിന് ആയിരിക്കും. ദെൻ ഇന്ററാക്റ്റീവ് പ്രോസസ്സിന് എന്തായിരിക്കും? ഒരു മീഡിയം പ്രയോറിറ്റി ആയിരിക്കും. ഏറ്റവും ലോവർ പ്രയോറിറ്റി ഉള്ളത് ബാച്ച് പ്രോസസ്സിനാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കിയാൽ ഒരു കാര്യം കാണാം, ഓരോ പ്രോസസ്സിനും സെപ്പറേറ്റ് ക്യൂ ഉണ്ടാവും. സിസ്റ്റം പ്രോസസ്സിന് എന്താണ്? Q1 ആണ്. ഇന്ററാക്റ്റീവ് പ്രോസസ്സിന് Q2 ആണ്. ബാച്ച് പ്രോസസ്സിന് Q3 ആണ്. ഓരോ ഗ്രൂപ്പിനും ഡിഫറെൻറ്റ് ക്യൂ ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഡിഫറെൻറ്റ് ക്യൂസിന് ഡിഫറെൻറ്റ് അൽഗോരിതാണ് യൂസ് ചെയ്യുക. ഇവിടെ ഡിഫറെൻറ്റ് ക്യൂസിന് എന്താണ്? ഡിഫറെൻറ്റ് അൽഗോരിതാണ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. സപ്പോസ് സിസ്റ്റം പ്രോസസ്സിന് FCFS-ഉം അതുപോലെ തന്നെ ഇന്ററാക്റ്റീവ് പ്രോസസ്സിന് SJF-ഉം ബാച്ച് പ്രോസസ്സിന് റൗണ്ട് റോബിനൊക്കെ ആയിരിക്കും. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഇവിടെ പ്രോസസ്സിന്റെ ക്യൂ ആണെന്ത്? ക്യൂ നമ്പർ. നമുക്കിവിടെ പ്രോസസ് ID തന്നിട്ടുണ്ട്, അറൈവൽ ടൈം, ബേസ്റ്റ് ടൈം, അതുപോലെ തന്നെ ക്യൂ നമ്പർ. ഇവിടെ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി ഓഫ് Q1 ഈസ് ഗ്രേറ്റർ ദാൻ Q2. അപ്പം Q1 ആയിരിക്കും എന്ത്? Q2-നേക്കാളും പ്രയോറിറ്റി ഉണ്ടാവുക. ഇവിടെ നമുക്ക് 2 ക്യൂ ഉള്ളത്, ഒന്ന് Q1-ഉം അതുപോലെ തന്നെ Q2-ഉം. അപ്പം Q1-നാണ് എന്ത്? Q2-നേക്കാളും പ്രയോറിറ്റി. അതേപോലെ തന്നെ Q1 ഉപയോഗിക്കുന്നത് റൗണ്ട് റോബിനും അതേപോലെ തന്നെ Q2 എന്താണ്? FCFS-ഉം. സോ Q1 എന്താണ്? റൗണ്ട് റോബിൻ അല്ലേ, അതിന്റെ ടൈം കൗണ്ട് തന്നിട്ടുണ്ട് 2 യൂണിറ്റ്. അതുപോലെ തന്നെ Q2 എന്താണ്? FCFS. സോ നമ്മൾ റൗണ്ട് റോബിൻ ചെയ്യുമ്പോൾ അല്ലേ, അതായത് Q1-ന് റൗണ്ട് റോബിനാണ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടൈം കൗണ്ട് എത്രയാണ്, അല്ലെ ടൈം സ്ലൈസ് എത്രയാണ്? 2 യൂണിറ്റ് ആണെന്ന് ഓർക്കുക. Q2 എന്താണ്? FCFS ആണ്. അപ്പോൾ അവിടെ Q2-ലെ ആകെ വരുന്ന ഒരൊറ്റ പ്രോസസ്സുകൾ ഏതാണ്? P3 മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് FCFS ആണ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു ഡാറ്റ വെച്ചിട്ട് എങ്ങനെയാണ് ഗ്യാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് 2 ക്യൂ അല്ലേ, ഒന്ന് Q1 ഉണ്ട് അതുപോലെ തന്നെ Q2 ഉണ്ട്. Q1-ലെ വരുന്ന പ്രോസസ്സുകളാണ് എന്ത്? P1, P2 അതുപോലെ തന്നെ P4. Q2-ൽ ഒരു പ്രോസസ്സേ വരുന്നുള്ളൂ, P3 ആണ് വരുന്നത്. ഇനി നമുക്കൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എന്താണ്? Q1-ന് Q2-നേക്കാളും പ്രയോറിറ്റി ഉണ്ടെന്ന്. Q1-നാണെന്ത്? Q2-നേക്കാളും പ്രയോറിറ്റി. അപ്പം അറൈവൽ അല്ലേ, ഇനീഷ്യലി ഏതൊക്കെയാണ് വരുന്നത്? P1 വരുന്നുണ്ട്, P2 വരുന്നുണ്ട്, P3 വരുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം P1-ഉം P2-ഉം ഏത് ക്യൂലാണ്? Q1-ലാണ്. എന്നാൽ P3 ഏത് ക്യൂലാണ്? Q2-ലാണ് അല്ലേ. അപ്പം P1-ഉം P2 ആണ് എന്ത് ചെയ്യുക, ആദ്യം എക്സിക്യൂട്ട് ചെയ്യുക. സോ ഫസ്റ്റിലെ അതേപോലെ തന്നെ നമ്മുടെ Q1-ലെ ഏതാണ്? റൗണ്ട് റോബിൻ വെച്ചാണ് ചെയ്യുന്നത്. അവിടെ ടൈം കൗണ്ട് എത്രയാണ്? 2 യൂണിറ്റ് ആണ് അല്ലേ. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യും? 2 യൂണിറ്റ് വെച്ചാണ് എന്ത് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യുക. സോ ആദ്യം അല്ലേ P1 ടോട്ടൽ എക്സിക്യൂഷൻ ടൈം എത്രയാണ്? 4 യൂണിറ്റ് അല്ലേ. സോ P1 ആദ്യം അല്ലേ 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം ഏത് അസൈൻ ചെയ്യും? P2 ആണ് എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക.
സോ P1 എന്ത് ചെയ്ത് ആദ്യം 2 യൂണിറ്റ്, ദെൻ P2 അതിന്റെ 2 യൂണിറ്റ്, ദെൻ അടുത്തതില്ലേ അടുത്ത ടൈം കോണ്ടത്തിൽ എന്ത് ചെയ്യും P1 അല്ലേ അത് 2 യൂണിറ്റ്. സോ ഈ ഒരു 2 + 2 എന്താവും P1 ഇവിടെ കംപ്ലീറ്റ് ആവും. ദെൻ ഇനി P2 ആണ് അല്ലേ. അപ്പോൾ P2 ഇവിടെ 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്ത്, പിന്നെ P2ന് 1 യൂണിറ്റ് കൂടെ എക്സിക്യൂട്ട് ചെയ്തു. സോ ഇവിടെ എത്തുമ്പോൾ എന്ത് ചെയ്യും P2 കംപ്ലീറ്റ് ആവും. സോ P2 കംപ്ലീറ്റ് ആയി. സോ P1ഉം P2ലെ Q1ലെ P1ഉം P2ഉം കംപ്ലീറ്റ് ആയി. ഇനി ഏത് ബസ് ഉണ്ട് അവിടെ നമുക്ക് അറൈവൽ ടൈം 0 ഏതുണ്ട് P3 ഉണ്ട്. പക്ഷെ അതെന്താണ് FCFS ആണ് അല്ലേ. സോ P3 7 മുതൽ എന്ത് ചെയ്യും സ്റ്റാർട്ട് ചെയ്യും. P3ക്ക് ടോട്ടൽ 8 യൂണിറ്റ് ആണ് എക്സിക്യൂട്ട് ഉള്ളത്. അതൊരു 3 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് വരുന്നുണ്ട് P4 വരുന്നുണ്ട്. സോ ഇവിടെ 7 എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്, അതൊരു 3 യൂണിറ്റ് എക്സിക്യൂട്ട് അല്ലേ. അപ്പോൾ എന്താവും 10 യൂണിറ്റ് എത്തുമ്പോൾ എന്ത് വരുന്നുണ്ട് ശരിക്ക് P4 വരുന്നുണ്ട്. P4 എന്തിലാണ് ചെയ്യുന്നത് റൗണ്ട് റോബിനാണ് ചെയ്യുന്നത് അല്ലേ. സോ ഈ ഒരു 5 യൂണിറ്റും എക്സിക്യൂട്ട് ചെയ്യും. സോ ഫസ്റ്റ് എന്ത് ചെയ്യും ആദ്യത്തെ 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും, ദെൻ അടുത്ത 2 യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ 1 യൂണിറ്റ് അല്ലേ. അങ്ങനെ 5 യൂണിറ്റ് എന്ത് ചെയ്യും P4 എക്സിക്യൂട്ട് ചെയ്യും. ദെൻ പിന്നെ ഏതേ ഉള്ളൂ നമ്മുടെ P3ന്റെ ബാക്കി അല്ലേ. P3 ഇവിടെ എത്ര യൂണിറ്റ് എക്സിക്യൂട്ട് ചെയ്തത് 3 യൂണിറ്റ് അതിന് എക്സിക്യൂട്ട് ചെയ്യും അല്ലേ. P3ക്ക് ഇവിടെ എത്ര ബാക്കി ഉണ്ടേ 5 യൂണിറ്റ് ബാക്കി ഉണ്ട് അല്ലേ. ഈ 5 യൂണിറ്റ് എന്ത് ചെയ്യും ഇവിടെ എക്സിക്യൂട്ട് അല്ലേ. അപ്പം 15 + 5 എത്ര 20 എത്തും. അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക നമ്മൾ ഗ്യാൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതിന് നമുക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം ടേൺ അറൗണ്ട് ടൈമും കണ്ടുപിടിക്കാം വെയിറ്റിംഗ് ടൈമും കണ്ടുപിടിക്കാം. നമുക്കറിയാം അല്ലേ ടേൺ അറൗണ്ട് ടൈം എന്ന് പറഞ്ഞാൽ എന്താണ് എക്സിറ്റ് ടൈം മൈനസ് അറൈവൽ ടൈം അല്ലേ. അപ്പോൾ P1ന് 6 കിട്ടും, P2 7 കിട്ടും, P3ക്ക് 20 കിട്ടും, P4 5 കിട്ടും. അതേപോലെ തന്നെ വെയിറ്റിംഗ് ടൈം അല്ലേ അതിന്റെ ഇക്വേഷൻ എന്തിന് ടേൺ അറൗണ്ട് ടൈം മൈനസ് ബേസ്റ്റ് ടൈം അല്ലേ. അപ്പോൾ P1 2 കിട്ടും, P2 4 കിട്ടും, P3ക്ക് 12 കിട്ടും, P4 0 കിട്ടും. ഇനി ഇതിൽ ആവറേജ് ടേൺ അറൗണ്ട് ടൈം ആണല്ലേ. അതെന്താണ് ടോട്ടൽ ടേൺ അറൗണ്ട് ടൈം ബൈ എന്താണ് 4 ആണല്ലേ വരിക. അപ്പോൾ ടോട്ടൽ എന്താണ് 6 + 7 + 20 + 5/4 അല്ലേ. സോ ഇത് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും 38/4 കിട്ടും അല്ലേ. അപ്പോൾ എത്ര വരും നമുക്ക് 9.5 യൂണിറ്റ് എന്ന് കിട്ടും. 9.5 യൂണിറ്റ്. ദെൻ ആവറേജ് വെയിറ്റിംഗ് ടൈം അല്ലേ ടോട്ടൽ വെയിറ്റിംഗ് ടൈം എത്ര വരിക 2 + 4 + 12 + 0 അല്ലേ. അപ്പോൾ എത്ര നമുക്ക് കിട്ടും 18 അല്ലേ ബൈ എന്ത് കിട്ടും 4 കിട്ടും. സോ 4.5 യൂണിറ്റ് എന്ന് കിട്ടും.